സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മാറൻ വാലാഹൻ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായവനെ, കരുണക്കടലേ, കൃപാസമുദ്രമേ, ദയാനിധിയെ, കരുണയുടെ വാതിൽ തുറന്ന് മനമൊരുകുന്നവരെ അനുതാപത്തിലേക്ക് വിളിക്കുന്നവനായ ഞങ്ങളുടെ ആലാഹായെ, ബലഹീനരായ ഞങ്ങളുടെ യാചനകൾക്കായി നിന്റെ കരുണയുടെ വാതിൽ തുറന്നു തരണമേ. അതിസമ്പന്നവും കവിഞ്ഞൊഴുകുന്നതുമായ നിന്റെ നിക്ഷേപാലയത്തിൽ നിന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. തന്നെ ഇടവിടാതെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കൃപകളും ദാനങ്ങളും നിരസിക്കാത്തവനായ നല്ല നാഥ, മാറാതുകോൽ ആവാബറാറുഹാദു കുദിശാൽ അൽമീ. രാജപുത്രി മഹിമയോടെ നിന്നു. നിറഞ്ഞോളേ സഭയുടെ മാതാവേ, ഈശോ തന്നമ്മേ, റുഹാലയമേ തുറമുഖമേ, കന്യാമാതേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമേ. എന്നാളും
ശരീരത്തിൽ സൗഖ്യം നീയല്ലോ ഈശോ മിശിഹായേ. നിന്ദയാൽ നീ ഞങ്ങൾ തൻ പാപകടങ്ങൾ മോചിച്ചു. ആത്മാവിനു നീ സുഖമേകി കുഷ്ഠം നീക്കി വെടിപ്പാക്കി. കുഞ്ഞാടേ കറയില്ലാത്തവനേ സ്തുതി. നിന്നുടെ സ്നേഹത്താൽ എന്നെ പൊതിയണമേ മിശിഹാ കർത്താവേ. നിൻ മഹിമാവിൻ വീണയതാൽ എന്നാവിനെ നീ മാറ്റണമേ. എന്നിൽ നിന്നും ഒഴുകട്ടെ കാഹളനാദം നദി പോലെ. കർത്താവേ കൃപതൻ ഉറവിടമേ. സകലേശ നിന്നുടെ ബലമതിനാ എന്നിൽ ശക്തി തരൂ. നിന്നിഴലിൽ ഞാൻ എന്നാളും അഭയം തേടി ഒളിക്കുന്നു. പാപിനി അവളുടെ മിഴിനീപ്പോ സൂര്യൻ തന്നുടെ യാചനപോൽ ഞാനുമിതാ ബലിയണമേ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ പുകഴ്ത്തുക. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ പുകഴ്ത്തുക. സ്നേഹിതനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും. സ്നേഹിതനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. അധികാരികളിലോ മറ്റുള്ളവരിലോ ആശ്രയം വയ്ക്കരുത്. രക്ഷ നൽകാൻ അവർക്ക് കഴിയുകയില്ല. സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. ശ്വാസം നിലയ്ക്കുമ്പോൾ അവർ മണ്ണിലേക്ക് മടങ്ങുന്നു. അവരുടെ പദ്ധതികളെല്ലാം തകരുന്നു. സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. യാക്കോബിന്റെ ദൈവം തുണയായുള്ളവൻ ഭാഗ്യവാനാകുന്നു. അവന്റെ ആശ്രയം ദൈവമായ കർത്താവിലാകുന്നു. സ്നേഹിതനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും അവിടുന്ന് സൃഷ്ടിച്ചതാണ്. സ്നേഹിക്കുന്നവനായ മിശിഹായേ,
സംരക്ഷിക്കുന്നു, മർദ്ദിതർക്ക് നീതി നടത്തുന്നു. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. കർത്താവ് വിശക്കുന്നവർക്ക് ആഹാരമേകുന്നു, ബന്ധിതരെ സ്വതന്ത്രരാക്കുന്നു. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു, കൂനിപ്പോയവരെ നിവർത്തുന്നു. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. കർത്താവ് നീതിനിഷ്ഠരെ സ്നേഹിക്കുന്നു, അഗതികളെ പരിപാലിക്കുന്നു. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. അനാഥരെയും വിധവകളെയും പോറ്റുന്നു, അധർമ്മികളുടെ മാർഗം തകർക്കുന്നു. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. കർത്താവ് എന്നേക്കും വാഴുന്നു, സഹിയോനെ നിന്റെ ദൈവം തലമുറകളോളം. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. അനുതാപികളെ സ്നേഹിക്കുന്നവനായ മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ യാചന കൈക്കൊള്ളണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. ഊനായ പ്രത്യുത്തര ഗീതം. ഗീതത്തോട് ചേർന്ന് ആദ്യവും അവസാനവും നിലം പറ്റ് കുമ്പിടാം. എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മാറൻ വാലാഹൻ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഹൃദയം നുറുങ്ങി നിലവിളിക്കുന്ന ഈ മക്കളെ ആശ്വസിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിന്റെ വാതിൽക്കൽ മുട്ടുന്ന ആട്ടിൻകൂട്ടമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ നിരസിക്കരുതേ. പാതാളവാതിലുകളോ ദുഷ്ടശത്രുവോ നിനക്കെതിരായി പ്രബലപ്പെടുകയില്ലെന്ന് നിന്റെ സഭയോട് തലമുറകളായി നീ ചെയ്ത വാഗ്ദാനം ഞങ്ങളിലും പൂർത്തിയാക്കണമേ. മാറാധുകോൽ അൽമീ. നൊമ്പരമറിവോനേ
കരകൾ കഴുകണമേ. ത്രിത്വസ്തുതിയതിനാ ഹൃദയം കവിയട്ടെ. നമുക്ക് മുട്ടുകുത്താം, ഗീതത്തോട് ചേർന്ന് കുമ്പിടാം. മാരണ്യസ്രാഹം ആരെ മാരൻ തമ്പൽ ബാവുസൻ. മാരണ്യസ്രാഹം ആരെ മാരൻ ഇസ്രായേലോദേക്ക്. കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, യാചനമേൽ ചെവി ചായ്ക്കണമേ. കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, ദാസരോടൊരു മയിലാകണമേ. എഴുന്നേൽക്കാം. കറോസുസ സമൂഹത്തിൻ്റെ പ്രത്യുത്തരം മാറൻ എസ്രാഹം അലൈൻ എന്നാണ്. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് അർത്ഥം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് മാറൻ എസ്രാഹം അലൈനിൽ നിന്ന് അപേക്ഷിക്കാം. നിത്യമായ നന്മയും തൻ്റെ നന്മയിൽ നിന്ന് വ്യതിചലിക്കാത്തവനുമായ നല്ല ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ കരുണയാൽ സർവവും നിയന്ത്രിക്കുന്ന മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ കൃപയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും കരുണയാൽ ഞങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്ത ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ കരുണയാൽ ഞങ്ങളെ സന്ദർശിക്കുകയും കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിഗ്രഹാരാധനയിൽ നിന്ന് ലോകത്തെ പിന്തിരിപ്പിക്കാൻ തന്നെ ദിവ്യമാരെ അയച്ച ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിശാചിനാൽ വഞ്ചിക്കപ്പെടുന്നതിൽ നിന്നും ജനതകളെ തടയുന്നതിനായി തൻ്റെ സ്നേഹന്മാരെ അയച്ച മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. മുട്ടിന്മേൽ നിൽക്കാം. അറാഹേം അലൈൻ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ കാണിക്കണമേ. സവരം
പ്രാർത്ഥന കേട്ട് ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളിൽ കനിയണമേ. എഴുന്നേൽക്കാം. ലോകം മുഴുവൻ്റെയും എല്ലാ സഭകളുടെയും ശാന്തിയും ഐക്യവും സുസ്ഥിതിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും എല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സുഭിക്ഷമായ മത്സരത്തിനും സമൃദ്ധമായ വിളവുകൾക്കും ലോകം മുഴുവൻ്റെയും നവീകരണത്തിനും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലുമുള്ള മിശിഹായുടെ സഭയെ നയിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ഇടയന്മാർക്ക് വേണ്ടിയും പ്രത്യേകമായി കേപ്പാ സ്ലേഹായുടെ പിൻഗാമിയായ മാർ ലയോ പാപ്പായ്ക്കും മാർ തോമാ സ്ലേഹായുടെ പിൻഗാമിയും അഖിലേന്ത്യയുടെ മെത്രാപോലിത്തായും കവാടവുമായ മാർ റാഫേൽ മെത്രാപോലിത്തായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ തോമാ മെത്രാപോലിത്തായ്ക്കും രൂപത അധ്യക്ഷനായ മാർ യൂസേഫ് മെത്രാനും മറ്റെല്ലാ മേൽപ്പട്ടക്കാർക്ക് വേണ്ടിയും അവരുടെ സഹശുശ്രൂഷകരായ എല്ലാവരുടെയും ആരോഗ്യത്തിനു വേണ്ടിയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. തൻ്റെ കരുണയാൽ സകലത്തെയും പരിപാലിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണാസമ്പന്നനും കരുണയുടെ പ്രവാഹവുമായവനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രകൃത്യാനന്ദനായവനും സകല നന്മകളുടെയും ദാതാവുമായവനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായവനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രകൃത്യാ മരണമില്ലാത്തവനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായവനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മിശിഹ തമ്പുരാനെ, ഞങ്ങളേവരെയും നിന്റെ കൃപയാൽ രക്ഷിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. ഗീതത്തോട് ചേർന്ന് കുമ്പിടാം. കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, യാചനമേൽ ചെവി ചായ്ക്കണമേ. കർത്താവേ കനിയണമേ, കാരുണ്യം ചെയ്തിടണമേ, ദാസരോടൊരുമയിലാകണമേ. എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
അറിവിന്റെയും കരുണയുടെയും ആഴക്കടല്, ഗീഹോ നദി പോലെ അനുഗ്രഹങ്ങൾ ഒഴുക്കുന്നവനെ, ഈശോ നദി പോലെ കൃപയുടെ പ്രവാഹമേ, തന്റെ സ്വഭാവത്താൽ നന്മ മാത്രമായവനെ, നീ അനാദിയും നീതിമാനുമാകുന്നു. നിന്നോട് ഞങ്ങൾ നെഞ്ചു നുറുങ്ങി അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളിലേക്ക് തിരിയണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നോക്കണമേ. ഞങ്ങളിലേക്ക് ഇറങ്ങി വരേണമേ. ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും പുറത്ത് ഞങ്ങളെ ശ്രവിക്കണമേ. ഞങ്ങളുടെ പാപാവസ്ഥ കണ്ടു നിന്റെ മനസ്സലിയണമേ. ഔദാര്യത്തോടെ നന്മകൾ വർഷിക്കുന്ന നിന്റെ കരുണ ഞങ്ങളെ ചേർത്ത് പിടിക്കട്ടെ. നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് ദുഷ്ടതയും കലഹങ്ങളും രോഗങ്ങളും കാലാവസ്ഥയുടെ കെടുതികളും അണുബാധകളും അസത്യപ്രചരണങ്ങളും ഇല്ലാതാകട്ടെ. വിലാപവും വിളിച്ചപേക്ഷിക്കലുമായി നിന്റെ മുമ്പിൽ അണഞ്ഞവരെ പരിഗണിക്കണമേ. രാത്രിയിൽ ജാഗരണം അനുഷ്ഠിക്കുന്നവരുടെ യാചനകളാലും നീതിമാന്മാരുടെ അപേക്ഷകളാലും ധർമ്മിഷ്ഠരുടെ കാരുണ്യ പ്രവൃത്തികളാലും ദിവ്യമാരുടെ നിലവിളികളാലും ശ്ലീഹന്മാരുടെ അർത്ഥനകളാലും മൽപ്പാന്മാരുടെ സത്യപ്രബോധനത്താലും ഭരണാധികാരികളുടെ കരുതലിനാലും അജപാലകരുടെ ജാഗ്രതയാലും അഭയാർത്ഥികളുടെ കഷ്ടപ്പാടിനാലും ഒന്നുമില്ലാത്തവരുടെ ദൈന്യത്താലും കൃഷിക്കാരുടെ അധ്വാനത്താലും സഹദയമാർ ചിന്തിയ രക്തത്താലും മൗദയനന്മാരുടെ സഹനങ്ങളാലും പരിശുദ്ധന്മാരുടെ ഗണങ്ങളാലും മാലാഖമാരുടെ 9 നിരകളാലും കർത്താവേ, കാരുണ്യത്തോടെ ഞങ്ങളെ കടാക്ഷിക്കണമേ. വത്സലനിധിയായ പിതാവിനെ പോലെ ഞങ്ങളോട് കരുണ കാണിക്കണമേ. എന്തെന്നാൽ നീ ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും നിറഞ്ഞവനുമാകുന്നു. മാറാധുകോൽ ഞെരുങ്ങുന്നവരുടെ നിലവിളി കേൾക്കുന്നവനെ, അനുതാപികളുടെ യാചന തള്ളിക്കളയാത്തവനെ, കഷ്ടപ്പെടുന്നവരുടെ കെട്ടുകൾ അഴിക്കുന്നവനെ, ബലഹീനർക്ക് ശക്തി പകരുന്നവനെ, വീഴുന്നവരെ എഴുന്നേൽപ്പിക്കുന്നവനെ, നാശത്തിൽ ചരിക്കുന്നവരെ കൃപയാൽ അന്വേഷിച്ച് കണ്ടെത്തുന്നവനെ, നിന്റെ കരുണയാൽ രോഗികളെ സന്ദർശിക്കുന്നവനെ, തന്റെ പ്രവൃത്തികളാൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവനെ, പാപികളായ അടിയങ്ങൾ തിരുമുമ്പാകെ സമർപ്പിച്ചതും സമർപ്പിക്കുന്നതുമായ പ്രാർത്ഥനകളും അപേക്ഷകളും നീ കൈക്കൊള്ളണമേ. നിന്നെ വിളിച്ചപേക്ഷിക്കാനുള്ള പുത്രസ്ഥാനം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവേ, ഞങ്ങളുടെ അപേക്ഷകൾ നീ കൈക്കൊള്ളണമേ. തന്നെ ആശ്രയിക്കുന്നവരെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹമേ, മാറാധുകോൽ നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. ഗീതത്തോടെ ചേർന്ന് കുമ്പിടാം. കരിയണമേ, കാരുണ്യം ചെയ്തിടണമേ, യാചനമേൽ വിചാരിക്കണമേ. കർത്താവേ, കരിയണമേ, കാരുണ്യം ചെയ്തിടണമേ, ദാസരോടൊരു മയിലാകണമേ. ഒന്നാം വായന നമുക്ക് ഇരുന്നു കൊണ്ട് ശ്രവിക്കാം. അനശ്വരമായ ആത്മാവിൻ്റെ ഔഷധത്താൽ പ്രപഞ്ചത്തെ വരയ്ക്കുന്നവനെ, ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഇരുട്ടിൻ്റെ മലിനതയെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ സൃഷ്ടിച്ച് അതിൽ ജീവശ്വാസം ഊതുന്നവനെ, ലോകമോഹങ്ങളിൽ ചാഞ്ചാടുന്ന ഞങ്ങളുടെ മനസ്സിനെ സ്ഥിരമാക്കി നിർത്തണമേ. സ്വർഗത്തെയും ഭൂമിയെയും മനുഷ്യനിൽ ഉള്ളടക്കം ചെയ്ത സൃഷ്ടാവേ, അങ്ങയുടെ മഹാവൈഭവത്തെ ആര് വിവരിക്കും? മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച് പേര് ചൊല്ലി അവനെ വിളിച്ച്
അവനെ മഹാ അത്ഭുതമാക്കിയ അങ്ങയുടെ സ്നേഹം അനന്തവും അവർണ്ണനീയവുമാകുന്നു. സ്വപുത്രനെ അയച്ചുകൊണ്ട് അവനെ നിത്യജീവൻ അവകാശിയാക്കിയ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. തൻ്റെ പുത്രനായ ഈശോ മിശിഹായുടെയും റുഗാദ കുദശായുടെയും ദർശനം നൽകി അവൻ്റെ മനുഷ്യ പദവിയെ അത്യുന്നതത്തോളം ദീപമുയർത്തി. എന്നാൽ നമ്മുടെ ബലഹീനതകളെപ്പറ്റി നമ്മൾ ബോധമുള്ളവരായിരിക്കണം. ദൈവജ്ഞാനമാകുന്ന സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ കടലിൽ നടന്ന കേപ്പായെപ്പോലെ അവനും വിറയലുണ്ടാവുന്നു. ദൈവവചനമാകുന്ന സമുദ്രത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ലോകത്തിൻ്റെ കാറ്റും കോളും കൊണ്ട് പരിഭ്രമിക്കുക എന്നത് സ്വാഭാവികമാണ്. ഒന്നു മാത്രമേ ഇവിടെ നമ്മൾക്ക് ചെയ്യാനുള്ളൂ: കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നപേക്ഷിക്കുക. നമ്മുടെയും സഹോദരങ്ങളുടെയും ബലഹീനതകൾ ഓർത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. കർത്താവ് കരുണ തോന്നി നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതയെ പരിഹരിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യൻ കോതമ്പിൻ്റെയോ ധാന്യത്തിൻ്റെയോ വെറും ചെറുമണിയാണ്. അഴിയുന്ന വിത്തിനെ ദൈവം ഉയർപ്പിക്കുന്നു, മുളപ്പിക്കുന്നു, ഫലം ചൂടിക്കുന്നു. മനുഷ്യൻ അത് ശേഖരിക്കുകയും ചെയ്യുന്നു. മനുഷ്യജീവിതവും ഇങ്ങനെ തന്നെ. ജനിക്കുന്നു, വളരുന്നു, ജീവിതയാത്രയിൽ ഫലം സംഭരിക്കുന്നു. രാപകൽ ഇതിനായി അവൻ യുദ്ധം ചെയ്യുന്നു. ജീവൻ നിലനിർത്താനും ശരീരത്തിൻ്റെ ഞെരുക്കങ്ങൾ വിജയിക്കാനും അവൻ പോരാടുന്നു. കൊടും വരൾച്ചയിലും അതിവർഷത്തിലും വിളവിനെ ഓർത്ത് അവൻ ആകുലപ്പെടുന്നു. താൻ വിതച്ച വിത്തിനെ പ്രതി മനുഷ്യൻ ക്ലേശിക്കുന്നു. എല്ലാം അനുകൂലമായി നല്ല വിളവ് ലഭിച്ചാൽ അവന് അഹങ്കാരം ഉണ്ടാകുന്നു. ശരീരത്തെ പ്രതി വേവലാതിപ്പെടുന്ന മനുഷ്യൻ തൻ്റെ ആത്മാവിനെപ്പറ്റി അല്പമെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? മണ്ണിലഴിയുന്ന ശരീരത്തേക്കാൾ അനശ്വരമായ ആത്മാവിനെക്കുറിച്ചല്ലേ അവൻ ആകുലപ്പെടേണ്ടത്? ആത്മാവിന് നല്ല പങ്ക് ലഭിക്കാനാവണം അവൻ്റെ അധ്വാനം. നശ്വരമായ ഈ ലോകത്തെയും ജഡത്തെയും പിന്തള്ളി അനശ്വരമായ ഞങ്ങളുടെ ആത്മാക്കൾക്ക് സ്വർഗഭാഗ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേൽക്കാം. ദാവീദിനോടെന്നതുപോലെ ഞങ്ങളോടും ദയ തോന്നണമേ. അവനോട് ചൊല്ലിയ മൊഴിയതിനാൽ പാപവിമോചനമേകണമേ. സാത്താൻ വീണു നശിക്കട്ടെ, ഞങ്ങൾ മോചിതരാകട്ടെ. വചനത്താൽ നീ നീക്കണമേ. ദാവീദിനെ എന്നതുപോലെ ഞങ്ങളെയും നീ കൊള്ളണമേ. ദാവീദിനോടെന്നതുപോലെ
പാപവിമോചനമേകണമേ. മൂന്നാം വായന ഇരുന്നു കൊണ്ട് ശ്രവിക്കാം. മൂന്നാം കറിയാനാം. ഹെസക്കിയയുടെ പ്രാർത്ഥന കേട്ട് യെശയ്യായിലൂടെ ഉത്തരം അരുളി. ഓർസ്ലേമിനെ അസീറിയൻ സൈന്യങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ച ദൈവമേ, ഞങ്ങളെ ചുറ്റിയിരിക്കുന്ന സാത്താൻ്റെ സൈന്യനിരകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൂർദ്ധരായ ഞങ്ങൾ നിൻ്റെ സ്നേഹം അറിയാതെ വിദൂരങ്ങളിൽ ഓടിയലഞ്ഞു. നിൻ്റെ സ്നേഹം ഞങ്ങളെ അപ്പോഴും തിരഞ്ഞുകൊണ്ടിരുന്നു. മാനസാന്തരപ്പെട്ട മുടിയനായ പുത്രനെ ദൈവം ആലിംഗനം ചെയ്തു സ്വീകരിച്ചത് കൂലിക്കാരനായിട്ടല്ല, തൻ്റെ അരുമയായിട്ടാണ്. ദൈവമേ, ഞങ്ങളെ സ്വീകരിക്കണമേ. നിൻ്റെ പുത്രൻ്റെ പെസഹ രഹസ്യങ്ങളുടെ ആഘോഷമായ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ അവയവങ്ങളിൽ അധികാരം നടത്തുന്ന പാപത്തിൻ്റെ ശക്തിയെ നീക്കിക്കളഞ്ഞ് രക്ഷയും നിത്യജീവനും ഞങ്ങൾക്ക് നൽകണമേ. മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി മാലാഖമാർക്കിടയിൽ സന്തോഷം ഉണ്ടാകണമെന്ന് അരുൾ ചെയ്ത ദൈവമേ, അനുതപിക്കുന്ന ഞങ്ങളെ ചൊല്ലി മാലാഖ വൃന്ദത്തോടൊപ്പം അങ്ങ് സന്തോഷിക്കണമേ. അന്നു വേണ്ട അപ്പം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് മഴ തരണമേ. നിൻ്റെ കരുണയുടെ വാതിൽക്കൽ ഞങ്ങളിതാ മുട്ടുന്നു. കർത്താവേ, കുറവുള്ളതെങ്കിലും നിൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ ഉയർത്തുന്ന സ്തുതികളിൽ കരുണ ഉണ്ടാകണമേ. അതിക്രമ നിമിത്തം കലങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രസന്നമാക്കണമേ. നിന്നോട് രമ്യതയിലാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വായുകൾ നിൻ്റെ സ്തുതി ഉയർത്തട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന വഴി നിൻ്റെ നിക്ഷേപാലയത്തിൽ നിന്ന് കടങ്ങളുടെ മോചനവും ജീവിതത്തിന് ആവശ്യമായതും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. നാലാം കിറിയാനാം. കർത്താവേ, രക്ഷകനായ ദൈവമേ, ഞങ്ങളുടെ മലിനതകൾ നിർമ്മലമായ ആകാശത്തെ പോലും വിരൂപമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ തിന്മകളും ദുഷ്ടവാക്കുകളും നിൻ്റെ അനുഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. മാറ്റമില്ലാത്ത നന്മയാണല്ലോ നീ, അചഞ്ചലമായ നീതിയാണല്ലോ നീ. നിൻ്റെ മഹത്തായ പരിശുദ്ധിക്ക് മുൻപിൽ മനുഷ്യനും അവൻ്റെ സർവ്വതും എത്രയോ നിസ്സാരങ്ങളാണ്. നീതിമാനായ നിൻ്റെ കാരുണ്യം സ്വർഗത്തിലും ഭൂമിയിലും നിറഞ്ഞിരിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ സ്തുതിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല കർത്താവേ. എല്ലാം കൊണ്ടും പരിപൂർണനായ നിനക്ക് ഞങ്ങൾ എങ്ങനെ മഹത്വം പാടും? മനസ്സ് നുറുങ്ങി നിൻ്റെ അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നീയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ആദിയും അന്ത്യവും നീയാകുന്നു. സൃഷ്ടാവായ നിന്നെ വെറും സൃഷ്ടികളായ ഞങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നുവെന്ന് മാത്രം. കനിവോടെ നീ ഞങ്ങളെ സൃഷ്ടിച്ചു. ദിവ്യ നിക്ഷേപങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ ധന്യരാക്കി. ഞങ്ങളെ നിൻ്റെ വത്സല പാത്രങ്ങളാക്കി. ഞങ്ങൾക്ക് നീ നിത്യജീവൻ പ്രദാനം ചെയ്തു. നിൻ്റെ ആദ്യജാതനോടൊപ്പം ഞങ്ങൾക്ക് കൂട്ടവകാശവും നൽകി. പിതാവായ ദൈവം അറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് കരുതി എന്തും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏത് ബാധയും കഷ്ടവും നീ അറിയാതെ ഞങ്ങൾക്ക് വരില്ല. ക്ഷാമം, രോഗം, ഞെരുക്കങ്ങൾ എല്ലാം നിൻ്റെ ശിക്ഷണ മാർഗങ്ങളാണെന്ന് കരുതി ഞങ്ങൾ സഹിക്കുന്നു. നിൻ്റെ മക്കളാണ് ഞങ്ങൾ. ഞങ്ങളുടെ നന്മയ്ക്കും പ്രയോജനത്തിനുമല്ലാതെ കർത്താവ് ഒന്നും ഞങ്ങൾക്ക് വരുത്തില്ല. മുറുമുറുപ്പ് കൂടാതെ എല്ലാം സഹിച്ച് നിന്നോട് കൂടെ വരാൻ
ഞങ്ങൾക്ക് സാധിക്കണമെന്ന് മാത്രം. ഞങ്ങൾക്കൊന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. കർത്താവേ, നിൻ്റെ ശാസനയും ശിക്ഷയും ഞങ്ങളുടെ തിന്മ മൂലമുള്ള നിൻ്റെ കോപജാലിയുടെ കാഠിന്യത്താൽ ആകരുതേ. ദാവീദിനെ പോലെ ഞങ്ങളും അകൃത്യത്തെ പ്രതി പ്രാർത്ഥിക്കുന്നു. ദൈവവചനമാകുന്ന പാതയിലൂടെ സഞ്ചരിച്ച് മാനസാന്തര തുറമുഖത്തേക്ക് ഞങ്ങളെ എത്തിക്കണമേ. ആമേൻ. എഴുന്നേൽക്കാം. മനസ്സുരുകാതെ പരലോകത്തിൽ യാതനയോർത്താൽ എന്തു ഫലം നീ ഓർക്കണമെന്നും ക്ഷമയുടെ ആഴം ആരറിയുന്നു. കോപാസൂയാദികളാൽ ഞങ്ങൾ നിവദിച്ചല്ലോ. ദുഷ്ടതമൂർത്തു ശാപവുമെത്തി പാപാധിക്യം കൊടുമുടിയേക്കാൾ പൊങ്ങി നിരന്നു. അതിശയമാണേ ആലാഹാരൻ കനിവും ദയയും നീചമനുഷ്യൻ അതുമറിയാതെ നിഗളിക്കുന്നു. പാപികളാണേ ഞങ്ങളോടൊട്ടും കോപമതില്ല. ബാവാപുത്രൻ റൂഹായാകും കരുണക്കടലേ. ചെയ്തികളൊന്നായി ഞങ്ങളെ മാറ്റി പേരുദുഷിച്ചു. എങ്കിലും അങ്ങേ കരുണ വളർന്നു നീതി അറിഞ്ഞേ. ഇഹലോകത്തിൽ മനസ്സുരുകാതെ പരലോകത്തിൽ യാതനയോർത്താൽ എന്തു ഫലം നീ ഓർക്കണമെന്നും.
ശ്രവിക്കാം. അഞ്ചാം കെരിയാന. നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ കരുണയുടെ പനിമഞ്ഞ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന കർത്താവേ, ശത്രുക്കൾ ഞങ്ങളെ പരിഹസിക്കാൻ ഇടവരുത്തരുത്. വിഗ്രഹാരാധന നടത്തിയ ഇസ്രായേൽ മക്കളുടെ പാപം മൂശയുടെ പ്രാർത്ഥനയാലും ഉപവാസത്താലും നീ മോചിച്ചു. യോശുവയുടെ പ്രാർത്ഥനയാൽ സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും സഞ്ചാരഗതികളെ ദൈവം സ്തംഭിപ്പിച്ചു. ശാമുവേലിൻ്റെ പ്രാർത്ഥനയാൽ പതിവില്ലാത്ത കാലത്ത് അവിടുന്ന് മഴ നൽകി. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ മഴയെ വഹിക്കുന്ന കാറ്റിനെ നീ തടഞ്ഞു നിർത്തി. ഏലീശായുടെ പ്രാർത്ഥനയാൽ മക്കളില്ല സൂനോംകാരിക്ക് മകനെ നൽകി. അകാലത്തിൽ മരണപ്പെട്ടവനെ ഉയർപ്പിച്ചു. എസക്കിയായുടെ പ്രാർത്ഥനയാൽ അസിറിയൻ സൈന്യങ്ങളെ തൻ്റെ മാലാഖയെ അയച്ച് ദൈവം സംരക്ഷിച്ചു. ദൈവസ്നേഹത്താൽ ദാനിയേൽ സ്വപ്നങ്ങൾ വിവരിച്ചു. ദൈവകീർത്തനങ്ങൾ ആലപിച്ചു. എല്ലാ തലമുറകളിലും നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ദൈവമേ നീ ഞങ്ങളെ വീണ്ടെടുത്തു. എന്നാൽ ഇന്നോ ഞങ്ങളിൽ നീതിമാന്മാർ ആരുമില്ല. നീ നല്ലവനാകിയാൽ ഞങ്ങളുടെ തലമുറകളോട് കരുണ കാണിക്കണമേ. ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതും അവന് നിൻ്റെ രൂപസാദൃശ്യം നൽകിയതും അവന് മകുടമായി മഹത്വം അണിയിച്ചതും നിൻ്റെ നന്മ ഒന്ന് മാത്രമാണല്ലോ. ആ മഹാനന്മയെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എളിമയോടെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ദൈവമേ, നിൻ്റെ കാരുണ്യം അനന്തമാണല്ലോ. മണ്ണായ ഞങ്ങളെ മഹത്വം തന്ന് നീ ഉയർത്തി. മണ്ണിൽ നിന്ന് ശരീരമെടുത്ത ഈശോ മിശിഹ ആണല്ലോ മഹത്വം ധരിച്ച് അവിടുത്തെ വലതുഭാഗത്ത് ഇരിക്കുന്നത്. അതിനാൽ സാത്താന് ഇനി ഞങ്ങളുടെ മേൽ വിജയമില്ല. ദൈവമേ, തിരുനാമത്തിന് അപഹാസ്യമായതൊന്നും ഞങ്ങളിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. ഇതാ ഞങ്ങൾ സ്വയം താഴ്ത്തുന്നു. ഞങ്ങളെ കൈ നീട്ടി രക്ഷിക്കണമേ. സഭയിലെ ഭിന്നതകളും കലഹങ്ങളും കഷ്ടതകളും ഇല്ലാതാക്കാൻ ആത്മീയ നേതാക്കന്മാരെ വിളിച്ചുണർത്തി കൽപ്പിക്കണമേ. ആറിപ്പോയ നിൻ്റെ സഭയെ ചൂട് പിടിപ്പിക്കാൻ നിൻ്റെ മാലാഖമാരെ അയക്കണമേ. നിൻ്റെ സമാധാനവും ഐക്യവും ലോകസമക്ഷം ഉയർത്തിപ്പിടിക്കാൻ സഭയെ സഹായിക്കണമേ. നിൻ്റെ സ്ലീവ മരണത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്കിടയിലെ വഴക്കും ഐക്യമില്ലായ്മയും ശത്രുതയും ഇല്ലാതാക്കണമേ. നിൻ്റെ നിക്ഷേപാലയം അക്ഷയമാണല്ലോ. ഞങ്ങളുടെ വംശത്തിന് അതിൽ നിന്ന് പ്രതിഫലേച്ഛ കൂടാതെ നീ കാരുണ്യം ഒഴുക്കണമേ. നല്ലവനെ, നിൻ്റെ പതിവനുസരിച്ച് ഞങ്ങളുടെ ബലഹീനതകളോട് കരുണയുണ്ടാകണമേ. ആമേൻ. മുട്ടിന്മേൽ നിൽക്കാം. ബുർക്കാസ ആശീർവാദങ്ങളാണ്. ഏൻ മറിയ, ആമേൻ എന്നീ പ്രത്യുത്തരങ്ങളാണ് സമൂഹം ഒന്നിടവിട്ട് നൽകേണ്ടത്. ഏൻ മറിയ എന്നാൽ അതേ കർത്താവേ. ഏൻ മറിയ എന്ന് ചൊല്ലുമ്പോൾ നമുക്ക് കുമ്പിടാം. സീനായി മലമേൽ തന്റെ വാസം ഉറപ്പിച്ച സർവശക്തനായ ദൈവമേ, അസ്വസ്ഥമായ ലോകത്തിൽ നിന്റെ ദൈവത്വത്തിന്റെ ശാന്തി ഉറപ്പിക്കണമേ. ഉന്നതത്തിലും ആഴത്തിലും തന്റെ ഇഷ്ടം നടപ്പാക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ദുഷ്ടത മൂലം സൃഷ്ടിജാലം വീഴാതെ താങ്ങി നിർത്തണമേ. പ്രകാശത്തെ സൃഷ്ടിച്ച് വെളിച്ചം നൽകുന്നവനായ സർവശക്തനായ ദൈവമേ, സകലത്തെയും പ്രകാശിപ്പിക്കുന്ന നിന്റെ തേജസ്സിനാൽ ഞങ്ങളുടെ മുഖങ്ങളെ പ്രകാശിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, നിന്റെ കരുണയാൽ
ആണ്ടുവട്ടത്തെ ഫലസമൃദ്ധി കൊണ്ടും വിളകൾ കൊണ്ടും എന്നേക്കും അനുഗ്രഹിക്കണമേ. ഭൂവാസികളെല്ലാവരും ശാന്തവും ആശ്വാസപ്രദവുമായ ജീവിതം നയിക്കേണ്ടതിന് നിന്നിൽ നിന്നുള്ള ശാന്തിയിൽ എല്ലാവരെയും നീ ഒന്നിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, പരദേശികളായ ഞങ്ങളുടെ ഈ വാസസ്ഥാനത്തിന് നിന്റെ സംരക്ഷണത്തിന്റെ കോട്ട തീർക്കണമേ. കോട്ടകൾ ഉയർത്തി തന്റെ മക്കളെ സംരക്ഷിച്ച സർവശക്തനായ ദൈവമേ, നിരന്തരം നിന്നെ സ്തുതിക്കാൻ ഞങ്ങളുടെ സമൂഹത്തെ പ്രാപ്തമാക്കണമേ. സർവശക്തനായ ദൈവമേ, ഇസ്രായേലിന് മോശെ എന്നതുപോലെ ഞങ്ങൾക്ക് ശിരസായിരിക്കാൻ ലോകത്തിന് 4 ഭാഗങ്ങളിലുമുള്ള മിശിഹായുടെ പള്ളിയെ നയിക്കുന്ന എല്ലാ ശ്രേഷ്ഠയിടയന്മാരെയും, പ്രത്യേകമായി കേപ്പാസ്ലിഹായുടെ പിൻഗാമിയായ മാർ ലയോ പാപ്പായെയും മാർ തോമാസ്ലിഹായുടെ പിൻഗാമിയും അഖിലേന്ത്യയുടെ മെത്രാപ്പൊലീത്തായും കവാടവുമായ മാർ റപ്പായേൽ മെത്രാപ്പൊലീത്തായെയും, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമാ മെത്രാപ്പൊലീത്തായെയും, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ യോസേഫ് മെത്രാനെയും മറ്റെല്ലാ മേൽപ്പെട്ടക്കാരെയും അവരുടെ സഹശുശ്രൂഷകരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, ഉതപ്പുകൾക്ക് മുമ്പിൽ പതറാതിരിക്കേണ്ടതിനായി നിന്റെ ശക്തിയുടെ ദണ്ഡിനാൽ അവരുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയും ആത്മാക്കളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ശ്രേഷ്ഠ പുരോഹിതരും അധികാരികളും സത്യമറിയാൻ അവരുടെ ഹൃദയനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, നിന്റെ നാമത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന കശീശമാർക്ക് അവരുടെ പ്രയത്നത്തിന് പ്രതിഫലമായി ഉത്തമ ധനാറാകൾ നൽകണമേ. സർവശക്തനായ ദൈവമേ, നിന്റെ മതമഹായ ശുശ്രൂഷ ചെയ്യുന്ന ശംശാനമാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളാലും അവരുടെ പ്രയത്നങ്ങൾക്കൊത്ത പോഷണം നൽകണമേ. സർവശക്തനായ ദൈവമേ, വിവിധ ജീവിതാന്തസ്സുകൾപ്പെട്ടവരെ നിന്റെ തണലിൽ സംരക്ഷിക്കുകയും ഇടർച്ചകളിൽ നിന്ന് നിന്റെ ജീവന്റെ അടയാളത്താൽ അവരെ വീണ്ടെടുക്കുകയും ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, നിന്റെ സഹായത്താൽ സത്യത്തിന്റെ വഴിയിലൂടെ ഉന്നത ദേശത്ത് എത്തിച്ചേരാൻ നീ അവരെ നയിക്കണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ ആരും ലോകാഭിലാഷങ്ങളുടെ വഴിയിൽ അലഞ്ഞ സുസ്ഥരാകാതിരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്റെ ജീവിക്കുന്ന സ്ലീവ ആലേഖനം ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, രോഗികളെയും മുറിവേറ്റവരെയും സൗഖ്യപ്പെടുത്തണമേ. ദുഃഖിതരെയും ദുരിതമനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, കരയിലും കടലിലും ആകാശത്തും യാത്ര ചെയ്യുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കണമേ. സർവശക്തനായ ദൈവമേ, വൃദ്ധരെ അനുഗ്രഹിക്കണമേ. കരുണ നിറഞ്ഞ നിന്റെ കരം വിശ്വാസികളുടെ ആത്മാക്കളുടെ മേൽ നിഴലിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, കുട്ടികളെ അനുഗ്രഹിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. യുവതി യുവാക്കളെ നിന്റെ കരുണയുടെ സഹായത്താൽ കാക്കണമേ. സർവശക്തനായ ദൈവമേ, പ്രവാസികളെയും അവരുടെ ദേശങ്ങളെയും അനുഗ്രഹിക്കണമേ. യുദ്ധവും പട്ടിണിയും ക്രോധത്തിന്റെ ദണ്ഡും അവിടെ നിന്ന് അകറ്റണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും
യാചനകളും സ്വീകരിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിന്റെ ബേസ്കസായിൽ പരിഗണിക്കണമേ. സർവശക്തനായ ദൈവമേ, ഏലിയായുടെ എന്നതുപോലെ ഞങ്ങളുടെ നോമ്പും സ്വീകരിക്കണമേ. ദാനിയേലിന്റെ എന്നതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും നിന്റെ മുമ്പിൽ എത്തട്ടെ. സർവശക്തനായ ദൈവമേ, സമൂഹത്തിന്റെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. എല്ലാ സമയവും ഇവരിൽ നിന്ന് ദുഷ്ടന്റെ ആക്രമണങ്ങൾ അകറ്റണമേ. സർവശക്തനായ ദൈവമേ, നിന്റെ മുമ്പിൽ തൊണ്ടയിടറിയ എന്റെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യണമേ. എന്റെ മേൽ കരുണയായിരിക്കണമേ. സർവശക്തനായ ദൈവമേ, എല്ലാ ധനങ്ങളിൽ നിനക്ക് സ്തുതി. നമുക്ക് എഴുന്നേൽക്കാം. കാർമികൻ മദ്ബഹായുടെ വാതിൽക്കലെത്തി മദ്ബഹയ്ക്ക് അഭിമുഖമായി നിന്ന് വില ഞങ്ങളുടെ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളെ കനിയണമേ. സകലത്തിന്റെയും നാഥ, ഭൂമിയിൽ ശാന്തിയും ദിക്കുകളിലെല്ലാം സകലരെയും സമാശ്വസിപ്പിക്കുന്ന സമാധാനവും വർദ്ധിപ്പിക്കണമേ. കരുണാമയൻ വസിക്കേണ്ട ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഭവനമായ ഭൂമിയിൽ നിന്നും യുദ്ധങ്ങളും കലഹങ്ങളും ഇല്ലാതാക്കണമേ. സകലത്തിന്റെയും നാഥനായ എൻ്റെ കർത്താവേ, നിന്റെ ജീവരക്തത്താൽ നീ വീണ്ടെടുത്ത പരിശുദ്ധ പള്ളിയെ നിന്റെ കൃപയാൽ അനുഗ്രഹിക്കണമേ. സകലത്തെയും സംരക്ഷിക്കുന്ന നിന്റെ സ്ലീവായാൽ അവളുടെ മക്കളെ ദുഷ്ടന്റെ വഞ്ചനകളിൽ നിന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളിൽ കനിയണമേ. സകലത്തെയും സംരക്ഷിക്കുന്ന കാരുണ്യവാനെ, വൃദ്ധരെയും യുവാക്കളെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ അവരിലൂടെ ഞങ്ങൾ വിവേകം ഗ്രഹിക്കട്ടെ. സകലത്തെയും വിശുദ്ധീകരിക്കുന്നവനെ, ബ്രഹ്മചാരികളെ പരിപാലിക്കണമേ. അവർ നിനക്കായി തങ്ങളുടെ ശരീരങ്ങളെ പവിത്രമാക്കട്ടെ. സകലത്തെയും സൗഖ്യമാക്കുന്നവനെ, കിടപ്പ് രോഗികൾ സൗഖ്യപ്പെടട്ടെ. സകലത്തെയും രക്ഷിക്കുന്നവനെ, ദുരിതമനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. സകലത്തെയും സംരക്ഷിക്കുന്നവനെ, ആരോഗ്യമുള്ളവരെ കാത്തുകൊള്ളണമേ. ധർമ്മപ്രവൃത്തികളാൽ എന്നുമെന്നും നിന്നെ ഞങ്ങൾ വാഴ്ത്തും. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളിൽ കനിയണമേ. കർത്താവേ, നിന്റെ കൃപയാൽ ആണ്ടുവട്ടത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വയലുകളെ ഫലസമൃദ്ധമാക്കണമേ. സകലത്തോടും കരുണയുള്ളവനെ, വഴിതെറ്റിയവരെ നിന്റെ പക്കലേക്ക് തിരിക്കണമേ. സകലവും കണ്ടെത്തുന്നവനെ, നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തണമേ. സകലവും പൊറുക്കുന്ന കർത്താവേ, നിന്റെ ജനത്തിൽ നിന്ന് നിന്റെ കോപം പൂർണ്ണമായി അവസാനിക്കേണ്ടതിന് പാപികളെ കൂടി നീതീകരിക്കണമേ. കർത്താവേ, നിന്റെ മഹിമയാൽ സംരക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിന്റെ കൃപയാൽ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചന സ്വീകരിക്കണമേ. സകലത്തിനും ഉത്തരം നൽകുന്നവനെ, ഞങ്ങളുടെ അപേക്ഷ നിന്റെ മുമ്പാകെ എത്തട്ടെ. സകലരെയും സ്നേഹിക്കുന്നവനെ, ഞങ്ങളുടെ അനുതാപം നിന്റെ സ്നേഹത്തിന് പാത്രമായി തീരട്ടെ. ഞങ്ങളുടെ അനുരഞ്ജന ബലി എല്ലായ്പ്പോഴും സ്വീകാര്യമായിരിക്കട്ടെ. സകലവും കേൾക്കുന്ന കർത്താവേ, നിന്റെ കൃപയാൽ നിന്റെ ദാസരുടെ പ്രാർത്ഥനയും നിന്നെ സ്തുതിക്കുന്നവരുടെ അപേക്ഷയും സ്വീകരിക്കണമേ. കാരുണ്യവാനേ, ഞങ്ങളുടെ യാചനകൾക്ക് നിന്റെ ബേസ്കസായിൽ നിന്ന് പ്രതിഫലം ലഭിക്കട്ടെ. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളിൽ കനിയണമേ. സകലത്തെയും അനുഗ്രഹിക്കുന്നവനെ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹിക്കണമേ.
സകലരെയും സഹായിക്കുന്നവനെ, ഞങ്ങളുടെ നേർക്കുള്ള നിന്റെ സഹായങ്ങൾ വർദ്ധിപ്പിക്കണമേ. സകലവും പൂർത്തീകരിക്കുന്ന ജീവിതാതാവേ, ആയുസ്സിലെ എല്ലാ ദിവസങ്ങളിലും നിന്റെ തിരുവിഷ്ടം പൂർത്തിയാക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. സകലരാലും വാഴ്ത്തപ്പെടുന്ന ഞങ്ങളുടെ രക്ഷക, കാഹളങ്ങൾക്ക് സമം നിന്നെ പാടി സ്തുതി അധരങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ, നിന്റെ അജഗണം മുഴുവന്റെയും അധരത്തിൽ നിന്ന് നിന്റെ നാമത്തിന് സ്തുതി. ആമേൻ. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളിൽ കനിയണമേ. കർത്താവേ, നിന്റെ കൃപയാൽ ഈ പള്ളിയിൽ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. സകലത്തിന്റെയും നാഥ, കഷ്ടതകളിൽ സുരക്ഷിത സങ്കേതവും അഭയസ്ഥാനവുമായി തീരേണ്ടതിന് ഞങ്ങളുടെ ദേശത്തിന്റെ സംരക്ഷകയായ മർത്തുമറിയത്തിന്റെ മധ്യസ്ഥതയാൽ നിന്റെ അനുഗ്രഹങ്ങൾ ഇതിനുള്ളിൽ നിവസിപ്പിക്കണമേ. ദരിദ്രമായ ഞങ്ങളുടെ സമൂഹത്തിന്റെ മേൽ നിന്റെ കാരുണ്യം ചൊരിയണമേ. കർത്താവായ നിന്റെ തിരുവിഷ്ടം നിറവേറ്റാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലവും പുറക്കുന്നവനെ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഇളയ്ക്കണമേ. എല്ലാ കൃപകളാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളിൽ കനിയണമേ. കർത്താവേ, ഞാൻ പാപിയും പരദേശിയും ദരിദ്രനുമാകുന്നു. നിന്റെ കൃപയാൽ എനിക്ക് ആത്മവിശ്വാസം നൽകണമേ. സകലവും പൊറുക്കുന്നവനെ, എൻ്റെ കടങ്ങളും പാപങ്ങളും കുറ്റങ്ങളും കഴുകണമേ. മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ദയ തോന്നണമേ. അവരോട് കരുണയായിരിക്കണമേ. നിന്റെ കളങ്കമില്ലാത്ത കുഞ്ഞാടുകളോടും വിവേകികളായ ചെമ്മരിയാടുകളോടും കൂടെ അവരെ ചേർക്കണമേ. ആമേ. ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളിൽ കനിയണമേ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. ഗീതത്തോട് ചേർന്ന് കുമ്പിടാം. കർത്താവേ, കനിയണമേ. കാരുണ്യം ചെയ്തിടണമേ. യാചനമേൽ ചെവി ചായ്ക്കണമേ. കർത്താവേ, കനിയണമേ. കാരുണ്യം ചെയ്തിടണമേ. ദാസരോടൊരുമയിലാകണമേ. എഴുന്നേൽക്കാം. അഭിവന്യ മാർ ജോസഫ് ശ്രാമ്പിക്കൽ പിതാവ് മദ്ബഹായുടെ കവാടത്തിലെത്തി ഹുത്താമ പ്രാർത്ഥന ചൊല്ലുന്നു. പ്രാർത്ഥന കേട്ട് നൽകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകം മുഴുവനും നിന്റെ നിരന്തരമായ കരുണ വർഷിക്കണമേ. സഭയെയും പുരോഹിതരെയും അനുഗ്രഹിക്കണമേ. ബലിയർപ്പണത്തിൽ അവർ തീഷ്ണമതികളാകട്ടെ. ഭരണാധികാരികളെ നീതിയുള്ളവരാക്കണമേ. അവർ നിനക്ക് ജാഗ്രതയുള്ള ദാസരാകട്ടെ. ശമാശന്മാരെ ശുശ്രൂഷയിൽ ഉത്സുകരാക്കണമേ. ആശ്രമവാസികളെ സഹായിക്കണമേ. ദമ്പതികളെ സ്നേഹത്തിലും വിശ്വസതയിലും നിലനിർത്തണമേ. ദൈവഭയത്തിലും ജ്ഞാനത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തണമേ. ഗർഭസ്ഥ ശിശുക്കളെയും രോഗികളെയും ദുർബലരെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പരിപാലിക്കണമേ. അഗതികളെയും ദരിദ്രരെയും വിധവകളെയും പോറ്റണമേ. വൃദ്ധരെ പരിപാലിക്കണമേ. യുവാക്കളെയും കുട്ടികളെയും ആത്മീയ സൗന്ദര്യത്താൽ പ്രകാശിപ്പിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികളിൽ കനിവുണ്ടാകണമേ. പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നവരെയും ലഹരിക്ക് അടിമപ്പെടുന്നവരെയും നേർവഴി കാട്ടണമേ. തൊഴിൽരഹിതരുടെ അപേക്ഷ കൈവടിയരുതേ. കരയിലും കടലിലും ആകാശത്തും യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കണമേ. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശയും നിലവിളിക്കുന്നവർക്ക് ആശ്വാസവും നൽകണമേ.
വിശ്വാസികളിൽ നിരളിനെ അകറ്റണമേ. സാത്താന്റെ കണിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ പ്രതി പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശക്തി നൽകണമേ. ലജ്ജയും തണുപ്പും കൂടാതെ നിനക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ചിതറിപ്പോയവരെ അനുരഞ്ജിപ്പിച്ച് ഒരുമിച്ച് കൂട്ടുകയും സഭാഗണത്തിൽ നിർത്തുകയും ചെയ്യണമേ. സത്യത്തിലും സ്നേഹത്തിലും സത്യദൈവമായി നിന്നെ ആരാധിക്കുന്ന യഥാർത്ഥ സഭയായി ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ. ഞങ്ങളുടെ കർത്താവേ, കർഷകരോട് കരുണ കാണിക്കണമേ. അവരുടെ അധ്വാനം ഫലമണിയേക്കണമേ. ധനികർക്ക് ഔദാര്യശീലം നൽകണമേ. കൂലിക്കാരുടെ അവകാശം നിഷേധിക്കരുതേ. നിന്റെ സങ്കേതം ആടുകൾക്കും ഇടയന്മാർക്കും അഭയമാകട്ടെ. അന്തർക്ക് കാഴ്ച നൽകുന്നവനായ എൻ്റെ കർത്താവേ, ഞങ്ങൾ നിന്റെ വലത്തുകരത്തിൻ്റെ പ്രകാശം കാണട്ടെ. മുടന്തരെ സുഖപ്പെടുത്തുകയും ബന്ധിക്കപ്പെട്ടവരെയും അടിമകളെയും മോചിപ്പിക്കുകയും ചെയ്യണമേ. ഗുണസമ്പന്നരെ ധൈര്യപ്പെടുത്തുകയും അജ്ഞരുടെ ഹൃദയങ്ങളെ തുറക്കുകയും അഹങ്കാരികളെ താഴ്ത്തുകയും ചെയ്യണമേ. മരിച്ചവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. സങ്കടപ്പെടുന്നവരെ സന്തോഷിപ്പിക്കണമേ. വലിയവരും ചെറിയവരും നിന്റെ സമൃദ്ധി അനുഭവിക്കട്ടെ. നിന്റെ വാഗ്ദാനം പോലെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും യാചനകൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ പ്രാർത്ഥന സന്ധ്യയിലും പ്രഭാതത്തിലും നിന് മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന സുരഭില ധൂപം പോലെയാകട്ടെ. ഈറേന്മാരോടൊപ്പം രാത്രിയിൽ ജാഗരിക്കുന്ന ഉത്സാഹികളുടെ യാചന കൈക്കൊള്ളണമേ. സങ്കീർത്തനങ്ങളാൽ നിന്നെ സ്തുതിക്കുന്ന ഗായകരുടെ ശബ്ദം ഉയർത്തണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദാസർ നിന്റെ ഭവനത്തിൽ സംതൃപ്തിയോടെ വസിക്കട്ടെ. എല്ലാ സൃഷ്ടികളിലും നിന്ന് നിനക്ക് സ്തുതിയുണ്ടാകട്ടെ എല്ലാ നേരവും. ആമേൻ ആമേൻ. ശുശ്രൂഷകൾ വൈദികരിൽ നിന്നും സമാധാനം സ്വീകരിച്ച് സമൂഹത്തിലേക്ക് എത്തുന്നു. നമുക്ക് പരസ്പരം സമാധാനം നൽകാം. സമാധാന ശുശ്രൂഷയോടെയാണ്